ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കുടംപുളിയിട്ട ഒരു ഫിഷ് കറിയാണ്. ഇത് ഫിഷ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതേപോലെയുള്ള കഷ്ണം മീനാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റി ആയിട്ട്. ഫിഷ് കറി സാധാരണ എല്ലാവരും മൺചട്ടിയിലൊക്കെയാണ് വെക്കാറുള്ളത്. പക്ഷേ ഞാൻ എല്ലാ പാത്രത്തിലും വയ്ക്കും. ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു 3-4 കഷ്ണം കുടംപുളി എടുത്തിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് വെക്കുമ്പം അത് നല്ല കുതിർന്ന് അതിൻ്റെ പുളിരസമൊക്കെ വരും. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഫിഷ് കറി വെക്കുന്നത് ആ ഫിഷ് കറി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഒരു 4-5 അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഇത് എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നീളത്തിൽ ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ചെറിയ കഷ്ണമായിട്ട് നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കണം. നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുന്ന ഉള്ളി നല്ല സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ ഫ്ലെയിം നമ്മൾ നല്ല ലോ ഫ്ലെയിം ആക്കി വെക്കണം. എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തിട്ട് മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോണത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിനുശേഷം കുറച്ച് ഉലുവപ്പൊടി ചേർക്കുക. അതിനുശേഷമാണ് ഇതിൻ്റെ ഫിഷ് കറിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊരു സാധനം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫിഷ് കറി മസാല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ ഫിഷ് കറി മസാലയാണ്. അത് ഒരു 3 സ്പൂണും കൂടെ ഇതിലിട്ട് എണ്ണയിലിട്ട് നല്ലതുപോലെ ചൂടാക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുടംപുളി എടുത്ത് ആ വെള്ളവും ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചുകൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ അത് തിളയ്ക്കണം. പകുതി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിരിക്കണം. ആ പാല് ഇതിലേക്ക് ഈ തിളച്ച് വരുന്ന ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് കുറച്ച് നേരം ഇത് തിളയ്ക്കാൻ നമ്മൾ വെക്കണം. ഒരു 2 മിനിറ്റ് നമ്മൾ ഈ കറി തിളപ്പിക്കാൻ വെക്കണം. നല്ല തിള വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ കഷ്ണം ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ച് വെക്കണം. എന്നിട്ട് ഈ ഫിഷ് കറിയുടെ പാത്രം നമ്മൾ വെക്കുന്ന ഫിഷ് കറിയുടെ പാത്രം ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. കാരണം മീൻ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല കുറുകി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇത് പൊട്ടിക്കണം. അതിനുശേഷം കുറച്ച് ഉള്ളി കടുക് വറുക്കാൻ കണക്കിന് അരിഞ്ഞിടുക. മുളക് ഇടണം. പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിലില്ല, കറിവേപ്പിലയും ആഡ് ചെയ്യണം ഇതിൽ കൂടെ. എന്നിട്ട് നമ്മൾ മൂപ്പിക്കുന്ന ആ ഉള്ളിയിൽ നമ്മൾ കുറച്ച്
മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് ചൂടാക്കിയിട്ട് അത് കരിഞ്ഞു പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളത് ചൂടാക്കിയാൽ മതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇതിൽ ഉപ്പുണ്ടോയെന്ന് കൂടെ നമ്മൾ നോക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക്, ഫിഷ് കറിയിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫിഷ് കറി ഇതാ റെഡിയായി.